ഈ 2024 ആരംഭിച്ചതിന് ശേഷം മലയാള സിനിമകളെല്ലാം തന്നെ വിജയിക്കുന്നു. 50 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ്, 150 കോടി ക്ലബ്ബ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ED മലയാള സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമായിരുന്നു. എന്താണ് ഇത് തമ്മിലുള്ള ഒരു... അല്ല, ED മലയാള സിനിമയെ എങ്ങനെ തകർക്കാനാണ്? സിനിമയെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതൊക്കെ പ്രേക്ഷകരാണ്. നല്ല പടമാണെങ്കിൽ ആളുകൾ കാണും, നല്ല പടം അല്ലെങ്കിൽ കാണില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സൃഷ്ടികൾ കൊടുത്താൽ ജനം അത് ഏറ്റെടുക്കും. സിനിമയാവട്ടെ, കവിതയാവട്ടെ, സാഹിത്യമാവട്ടെ, എല്ലാം അങ്ങനെയാണ്. ജനപ്രിയമായ ജനങ്ങൾക്ക് സ്വീകരിക്കുന്ന പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഞാനൊരു കണക്ക് പറയാം. 2022 മലയാളത്തിൽ ഇറങ്ങിയത് 176 സിനിമകളാണ്. എത്ര സിനിമ വിജയിച്ചു? 10 താഴെ ആയിരിക്കും. 2023 ഇറങ്ങിയത് 220 സിനിമയാണ്. സൂപ്പർ ഹിറ്റായത് 4 എണ്ണമാണ്. 13 എണ്ണത്തിനാണ് മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയത്. 13. അപ്പം 13 എന്നാലും 17 സിനിമകളാണ് വിജയിച്ചത്. 220 സിനിമകൾ ഇറങ്ങി. ഒരു സിനിമയ്ക്ക് മിനിമം 3 കോടി രൂപ കൂട്ടുക. മിനിമം 3 കോടിക്കൊന്നും സിനിമ തരില്ല, നമ്മൾ ഒരു കണക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 3 കോടി ഇൻറ്റു 220 എത്ര കോടിയായി? 660 കോടി രൂപ, ഏറ്റവും ചുരുങ്ങിയത്. പക്ഷേ അതല്ല ഫിഗർ, 1000 കോടിക്ക് മേലെ പോകും. 220 സിനിമകൾ മലയാളത്തിൽ 2023 ഇറങ്ങിയതിൻ്റെ ടോട്ടൽ ചിലവ് എന്ന് വെച്ചാൽ ഈ മൊത്തം സിനിമാ മേഖല 1000 കോടിക്ക് മുകളിൽ നിക്ഷേപം വന്നു കഴിഞ്ഞു. അതിൽ 14 സിനിമകളാണ്, അല്ല 17 സിനിമകൾ, 13 മുടക്ക് മുതൽ കിട്ടിയ 4 സൂപ്പർ, അല്ല 13, 4 സൂപ്പർ ഹിറ്റ്, 17 സിനിമകൾ വിജയിച്ചു 220. ബാക്കി എത്ര കോടി രൂപ പാഴായിപ്പോയി? 2022 176 സിനിമകളുടെ കണക്ക് ഇത് തന്നെയാണ്. അതായത് 176 സിനിമ ഇറക്കിയിട്ട് 76 സിനിമ പോലും വിജയിച്ചിട്ടില്ല, 26 പോലും വിജയിച്ചിട്ടില്ല. 10-ൽ താഴെ 20-ൽ താഴെ സിനിമകളാണ് വിജയിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഓരോ വർഷവും എത്ര കോടി രൂപയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബിസിനസ് ഉണ്ടേ, ഒരാളൊരു ബിസിനസ് തുടങ്ങും, ആ ബിസിനസ് പൊട്ടിപ്പോയി. ആ ബിസിനസ് നമ്മുടെ വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു സംരംഭം തുടങ്ങി. ആ സംരംഭം ദയനീയമായി പരാജയപ്പെട്ടു പോയി. സിനു അവിടെ പോയിട്ട് അതേ സ്ഥലത്ത് പോയി വീണ്ടും അതേ സംരംഭം തുടങ്ങുമോ? ഒരിക്കലും തുടങ്ങില്ല. ഇത് തന്നെയല്ലേ സിനിമയിലും. കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പൊട്ടുന്നു, എന്നിട്ട് പിന്നെയും ആളുകൾ വന്ന് 10, 15, 20, 50, 30 കോടിയൊക്കെ മുടക്കി സിനിമ നിർമ്മിക്കുകയാണ്. ഈ സിനിമകൾ പൊട്ടാൻ വേണ്ടി നിർമ്മിക്കുകയാണ്, പൊട്ടാൻ അല്ലെങ്കിൽ പൊട്ടിക്കാൻ വേണ്ടി സിനിമകൾ നിർമ്മിക്കുന്നു. ഇത് ഒന്നാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ED ഇപ്പോൾ അന്വേഷിക്കുന്നത് മലയാളത്തിലെ ചില സിനിമകൾ അങ്ങ് ഇറങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ഒരാഴ്ചയിൽ 18 സിനിമകൾ വരെ റിലീസ് ചെയ്ത ആഴ്ചകളുണ്ട്. ആഴ്ച 18 സിനിമയെ ചിന്തിക്കാൻ പറ്റും. അതായത് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും നേരെ അതിന് മുമ്പ് പടം മാറിപ്പോകും. അതായത് മലയാളത്തിൽ ഇറങ്ങാൻ മഹാഭൂരിപക്ഷം സിനിമകൾക്കും പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ കാശ് പോലും കിട്ടിയിട്ടില്ല. അന്ന് പറയുന്നത് പോലെ പോസ്റ്റർ ഒട്ടിച്ച് തരുന്നതിന് മുമ്പ് പെട്ടിയിലായി പോകുന്ന സിനിമകളുമുണ്ട്. ബട്ട് അതിനിടയ്ക്കാണ് ചില സിനിമകൾ അങ്ങ് ഇറങ്ങി 3-ാം ദിവസം 50 കോടി എന്ന് പറയും, ഒരു 10 ദിവസം കഴിയുമ്പോൾ 100 കോടി എന്ന് പറയും, എന്നിട്ട് 100 കോടിയുടെ ആഘോഷം നടത്തും. 100 കോടിയൊക്കെ ജനുവനായി കളക്ട് ചെയ്ത സിനിമ നമുക്കറിയാം. 2018 സിനിമ കേരളത്തിലെ തിയേറ്ററുകൾ നിറഞ്ഞോടി. അതെ, അവർ 200 കോടി പറഞ്ഞിട്ടുണ്ട്. അത് സിനിമ അതുപോലെ ഓടിയത് നമ്മൾ കണ്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് ജനം ഇടിച്ചു കയറുകയായിരുന്നു. പിന്നെ മാളികപ്പുറം എന്നുള്ള സിനിമ 100 കോടി ക്ലബ്ബിൽ കയറി. കേരളത്തിൽ തിയേറ്ററുകളിൽ ജനം ആർത്തലച്ച് വന്ന് കണ്ട സിനിമയാണ്. ഇതൊക്കെ വിജയിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ മറ്റ് ചില സിനിമകൾ ഇതുപോലെ കോടികളുടെ തള്ളലാണ്. സിനിമ ഇറങ്ങി പോസ്റ്റ് ഒട്ടിച്ച കാശ് പോലും കിട്ടാത്ത സിനിമകൾക്കും കോടികൾ, 50 കോടി ക്ലബ്ബിൽ കയറി, 100 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ മലയാളത്തിൽ ഈ സമീപകാലത്തിറങ്ങിയ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു സിനിമ 50 കോടി എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രചാരണം. പെട്ടെന്ന് അതിൻ്റെ കണക്ക് 100 കോടിയിലേക്ക് കുതിക്കുന്നു ഒക്കെ പറഞ്ഞ് പരസ്യം വന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അത് 30 കോടിയിലേക്ക് താന്നു. 50 കോടി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചവർ ഇപ്പോൾ പറയുന്നത് 30 കോടിയാണെന്ന്. എന്താ കാരണം? സിനു ചോദിച്ച ചോദ്യമാണ്. ED വന്നു. കാരണം ഇവർ പറയുകയാണ്, ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വിവാദം. സൗബിൻ ഷാഹിറിൻ്റെ പേരിൽ 2 കേസുകളാണ്. ഒന്ന് സൗബിൻ ഷാഹിറും അദ്ദേഹത്തിൻ്റെ പിതാവായ ബാബു ഷാഹിറുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് കേസ്. അരൂർ സിറാജ് വലിയതറ ഹമീദ് എന്ന് പറഞ്ഞ ഒരാൾ 7 കോടി രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പറവ ഫിലിംസാണ് നിർമ്മിച്ചത്. ഷോൺ ആൻ്റണി അതിൻ്റെ കൂടെ വിതരണം ചെയ്തത്. സുജിത്തിൻ്റെ, അത് തമിഴ് സിനിമകളൊക്കെ വിതരണം ചെയ്ത സുജിത്താണ് മറ്റൊരു കക്ഷി. ഇവരെല്ലാം ഉൾപ്പെടുത്തി ഇയാൾ 7 കോടി രൂപ മുടക്കിയിട്ട് 210 212
ഒക്കെ കോടി, എനിക്കറിയില്ല എക്സാക്ട്, അവരുടെ കണക്കനുസരിച്ച് 220 കോടി രൂപയൊക്കെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള ചെറിയ സിനിമ നേടിയെന്നാണ് പറയുന്നത്. എന്നിട്ട് 7 കോടി മുടക്കിയാൾക്ക് മുടക്ക് മുതലും കൊടുത്തിട്ടില്ല, ലാഭവിഹിതവും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുക. ആ കേസ് എറണാകുളം പോലീസ്, സിറ്റി പോലീസ് കേസെടുത്തു. അതിനകത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കും. അങ്ങനെ ഒരു കേസ് എടുത്തപ്പോഴാണ് ED ഓട്ടോമാറ്റിക്കലി വന്നത്. ED ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഈ സിനിമയെ കുറിച്ച് പരിശോധിക്കുകയാണ്. കാരണം ഒരു പോലീസ് കേസെടുത്തു, ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. അപ്പോൾ അതിനകത്ത് മണി ലോണ്ടറിങ്, അതായത് കള്ളപ്പണ ഇടപാടുണ്ടോ എന്നറിയാൻ PMLA ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള പരിശോധനയാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ED വന്ന് ഇത് പരിശോധന നടത്തുമ്പോൾ മലയാള സിനിമയെ ആകെ കൊല്ലുന്നേ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലെ കണക്കുകളൊക്കെ എടുത്തു. കേരളത്തിന് പുറത്ത് ഈ തമിഴ്നാട്ടിൽ വൻ വിജയമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് വേണം. അതെ. പക്ഷേ ഇപ്പം നമ്മുടെ സിനിമയിൽ സംഭവിക്കുന്നത്, ഒരു സിനിമ എന്തുകൊണ്ടാണ് സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയും 10-50 കോടി രൂപ കിട്ടി എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെറുതെ പ്രശസ്തിക്ക് വേണ്ടിയാണോ? കാരണം സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയ സിനിമ 50 കോടി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും ഇൻകം ടാക്സും ED ഒക്കെ അന്വേഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതെ. അവർ ഈ അന്വേഷണം നേരിടാൻ തയ്യാറായിക്കൊണ്ട് പറയാം. കൃത്രിമമായി 50 കോടി 100 കോടി എന്നൊക്കെ പറയും. കാരണം അക്കൗണ്ടിൽ വരുമ്പോൾ ആ അത്രയും എമൗണ്ട് കാണിക്കുകയും ചെയ്യും. ഈ പണം എവിടുന്ന് വരുന്നു? ഇപ്പോൾ നമുക്കറിയാം, ലക്ഷദ്വീപ് വഴിയുള്ള മയക്കുമരുന്നിൻ്റെ ഒരു ശൃംഖല വ്യാപകമായിരുന്നു. ലക്ഷദ്വീപ് അതിൻ്റെ കേന്ദ്രം. ലക്ഷദ്വീപ് കടലിൽ വെച്ച് വലിയ തോതിലുള്ള 10,000-കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നൊക്കെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും പിടിച്ചെടുത്തിട്ടുണ്ട്. ലക്ഷദ്വീപ് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് ഡ്രഗ്സിൻ്റെ ഒരു ചാനലായിരുന്നു. അവിടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിനെ തുടർന്ന് അത്തരം സാധ്യതകളെല്ലാം അടഞ്ഞു. അവിടെ കർശനമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയൊക്കെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വന്നപ്പോഴത്തേക്ക് കേരളത്തിൽ ചിലർക്ക് മുറിവേറ്റത്. സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലെ വലിയ നടന്മാരും ചില എന്തോ ഒരു സംവിധായിക സിനിമയൊക്കെ അവരൊക്കെ കൂടെ ചാടിയിറങ്ങി ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു, ലക്ഷദ്വീപിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കരച്ചിലൊക്കെ തീർന്നു. അതെ, ലക്ഷദ്വീപ് വഴി ഒരു ഡാർക്ക് ചാനലിലൂടെ കേരളത്തിലേക്ക് ഒരുപാട് കള്ളപ്പണം വരുന്നുണ്ടായിരുന്നു. പണമായും വരുന്നുണ്ടായിരുന്നു, ഡ്രഗ്സായും വരുന്നുണ്ട്. അത് വളരെ ഫലപ്രദമായി അടയ്ക്കാൻ, പ്രതിരോധിക്കാൻ ലക്ഷദ്വീപിൽ കഴിഞ്ഞു. ആ ചാനൽ അടച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചതാണ്. ഈ 5 വർഷം കൊണ്ട് സംഭവിച്ചപ്പോൾ അത് മറ്റൊരു ചാനലിലൂടെ അതിന് പാരലായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിരുന്നു. അതായിരുന്നു നന്മ മരങ്ങൾ വഴിയുള്ള ഫണ്ട് ശേഖരണം. ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് 84 കോടിയൊക്കെ കിട്ടും. അതെ. അങ്ങനെ നന്മമരമായിട്ട് നടന്ന ഒരുത്തനെ പിടിച്ചിട്ട് UDF സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ മലബാറിൽ. പേരൊന്നും ഞാൻ പറയുന്നില്ല, അയാൾ തോറ്റും പോയി. പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ശേഖരം എനിക്ക് വേണ്ടി നടത്തത്തില്ല, എൻ്റെ പേര് വേറെ ആയിരിക്കണം. പേര് വളരെ പ്രധാനമാണ്. ആ പേരുണ്ടെങ്കിലേ കാശ് വരത്തുള്ളൂ. അങ്ങനെ പേരിൻ്റെ അനുസരിച്ച് കാശ് വരുന്നു. കാശ് വന്നു കഴിഞ്ഞാൽ 80 കോടി വന്നാൽ എൻ്റെ പേരിൽ നടത്തുന്ന കളക്ഷനാണ്. അത് മുഴുവൻ എനിക്ക് തരേണ്ടതാണ്. അതെ. പക്ഷേ എൻ്റെ ചികിത്സയ്ക്കുള്ള 5 ലക്ഷം നിന്നിട്ട് ബാക്കി കാശ് അവരങ്ങെടുക്കും. ഇതാണ് നന്മ മരങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നന്മമരം വളർന്നു. നന്മമരങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും നോക്കൂ, നമ്മുടെ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു സഹോദരൻ ഗൾഫ് രാജ്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ടൊരു ആഹ്വാനം ഉണ്ടായി. വളരെ പെട്ടെന്ന് ആ പണം കിട്ടി. ഈ പണമൊക്കെ വരുന്നത് ജെനുവിൻ സോഴ്സിലൂടെയാണോ? അതിൻ്റെ അത്രയും പണം മുടക്കുന്നത്, കോടികളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇത് എന്തിനു കൊടുക്കുന്നു? അപ്പം ഈ ഹവാല അടക്കമുള്ള ഇടപാടുകൾ, അന്താരാഷ്ട്ര പണവിനിമയം ഒക്കെ വളരെ കർശനമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തടയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പകരം കണ്ടെത്തിയ മാർഗങ്ങളിലൊന്നായിരുന്നു ഈ നന്മ മരങ്ങളുടെ സാധനം. അതിനും ഇപ്പോൾ പിടിവീണം. അതിനുശേഷം ഏറ്റവും സേഫായിട്ട് ലീഗൽ ചാനലായി കരുതുന്ന ഒന്ന് സിനിമയാണ്. പലർക്കും ഇഷ്ടപ്പെടത്തില്ല. സിനിമയാണ്. സിനിമയിലെ എല്ലാവരും ആണെന്നല്ല, സിനിമയിലെ ചിലരെങ്കിലുമാണ്. സിനിമാ രംഗത്തുള്ള ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞു വന്ന് നായക നടന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്. നായക നടന്മാർ വരെ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ കണ്ടു. ഒരു യുവ നായക നടനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി. അതെ, പോലീസ് അറസ്റ്റ് ചെയ്തു, മറ്റൊരാളെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളാരും ഈ മാധ്യമങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിൽ ആകെയുണ്ട്, ലോക സിനിമയിലും ഉണ്ടാകാം, പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ആകെയുണ്ട്. അതായത് പണം വരുത്താനുള്ള ഒരു ചാനലായി സിനിമയെ മാറ്റുന്നുണ്ട്. അപ്പോൾ ED അന്വേഷിക്കും. ED അന്വേഷിക്കുന്നത് നിങ്ങളുടെ സിനിമയ്ക്ക് മഞ്ഞുമ്മൽ ബോയ്സിന് 220 കോടി വന്നിട്ടുണ്ടോ എങ്കിൽ എങ്ങനെയാണ് വരിക? ചിലവത്ര,
തിയേറ്റർ കളക്ഷൻ എത്ര, ഇത് കാണിച്ചാൽ മതി. അതെ. കാണിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിൻ്റെ ടാക്സ് കൊടുത്തോ, കണക്ക് കൃത്യമായി മതി. കൃത്യമായി. കണക്കില്ല എങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ കണക്കില്ലാതെ തിയേറ്ററുകളുടെ കളക്ഷൻ കാണിക്കാതെ വേറെ ഫണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. അത് എവിടുന്നോ വേറെ ഫണ്ട് എവിടുന്നോ വന്ന് ആ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? നമ്മുടെ സിനിമയിലൊക്കെ 3 പൊട്ടപ്പടത്തിൽ അഭിനയിച്ച ആൾ 3.5 കോടിയുടെ കാർ മേടിക്കുന്ന നടന്മാരും നടിമാരും കേരളത്തിലുണ്ട്. എവിടുന്നാണ് പണം? ഇതൊരു വലിയ ചോദ്യമാണ്. സിനിമയുടെ മറവിൽ മയക്കുമരുന്ന്, കള്ളപ്പണം ഇടപാട് ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത പരമസത്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് സിനിമയിലെ മുഴുവൻ പേരും ഉത്തരവാദികളാണല്ലോ? അല്ല, സിനിമയിലെ ഒരു മൈനോറിറ്റിയാണ് ഇതൊക്കെ ചെയ്തത്. അവർക്കൊരു പ്രത്യേക ഗ്രൂപ്പ്, അതിനെയൊക്കെയാണ് ചിലപ്പോൾ മട്ടാഞ്ചേരി ഗ്യാങ് എന്നൊക്കെ പേരിലൊക്കെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ചില ആളുകൾ 2-3 സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവരെ സൂപ്പർ സ്റ്റാർ എന്നാണ്. അതെ, 2 സിനിമ അഭിനയിച്ചാണ് സൂപ്പർ സ്റ്റാറാണ്. ഈ സൗമിനും സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞത്, ഷെയ്ൻ നിഗം സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞത്. അപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ആരാ? ഷെയ്ൻ നിഗം സൂപ്പർ സ്റ്റാർ. അപ്പം മമ്മൂക്കയോ ലാലേട്ടനോ അവരാരാ? അറിയില്ല. അപ്പോൾ ഇത് ഓരോ കിരീടം കൊണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ കുറേ കാലമായി നമ്മുടെ സിനിമ ഒരു വല്ലാത്ത ചില പ്രവണതകൾ മലയാള സിനിമ കാണിക്കുന്നുണ്ട്. മലയാള സിനിമ മാത്രമാണോ? അല്ല, സിനിമയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് വളരെ കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം, ഇത്തരം ചില സൂപ്പർ സ്റ്റാറുകൾക്ക് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നാണ് അവരുടെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ കിട്ടുന്നത്. ആ സൂപ്പർ സ്റ്റാറുകളുടെ അതും ഒരു സംശയത്തിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അവിടെ നിൽക്കട്ടെ. ഈ ഹോളിവുഡ് സിനിമ, ലോക സിനിമ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സിനിമയിൽ ഒരു US ഒരു സെനറ്റർ, അദ്ദേഹം നടൻ കൂടിയാണ്. അദ്ദേഹം സമീപകാലത്ത് ഒരു ആരോപണം പറഞ്ഞു, അമേരിക്കൻ സിനിമകൾക്ക് ചൈനീസ് ഫണ്ട് വരുന്നുണ്ട്. ചൈനീസ് ഫണ്ട് അമേരിക്കൻ സിനിമകൾക്ക് കൊണ്ടുവരുന്ന അത് തടയണം എന്ന് പറഞ്ഞ് അദ്ദേഹം US സെനറ്ററാണ്. അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം പറയുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഉള്ള സിനിമകൾ നിർമ്മിക്കാൻ ചൈന പണമിറക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കണ്ടന്റ് അവർ തീരുമാനിക്കും, അതനുസരിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിനിമകൾക്ക് ചൈന വലിയ തോതിൽ പണം മുടക്കും. ഇത് ഈ ഒരു പ്രവണത സംഭവിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സെനറ്ററായ നടനാണ്. അപ്പോൾ അമേരിക്ക ലോകത്തെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നില്ലേ, ഇപ്പോൾ ഏലിയൻസ് ഒക്കെ വന്ന് ഭൂമിയെ ആക്രമിക്കാൻ പോകുന്നു, അതിനെ സംരക്ഷിക്കാൻ അമേരിക്കൻ സേന പോകുന്നു, അമേരിക്ക ഉണ്ടെങ്കിലേ ഭൂമിക്ക് രക്ഷയുള്ളൂ എന്ന ക്യാമ്പയിൻ നടത്തുന്ന അമേരിക്കൻ സിനിമകൾ വരുന്നുണ്ട്. അതേപോലെയുള്ള ക്യാമ്പയിൻ നടത്തി ചൈനയ്ക്ക് അനുകൂലമായി അമേരിക്കക്കെതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യാൻ ചൈന ഫണ്ട് ഇറക്കുന്നു എന്നുള്ള അലിഗേഷൻ ഉയർത്തിയത് ഹോളിവുഡിലെ ഒരു നടൻ കൂടിയായ അമേരിക്കൻ സെനറ്ററാണ്. ഇന്ത്യൻ സിനാറിയോ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ എന്താണെന്നുള്ളത് ഞാൻ ആമിർ ഖാൻ്റെ 2-3 സിനിമകളുടെ കാര്യം പറയാം. ആമിർ ഖാൻ്റെ ലാൽ സിംഗ് ചദ്ദ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ആമിർ ഖാൻ അഭിനയിക്കുന്നത് ഒരു അപക്വമതിയായ കോമാളി സ്വഭാവമുള്ള ഒരു ഇന്ത്യൻ മിലിറ്ററി ഓഫീസറായിട്ടാണ്. ഒരു പട്ടാളക്കാരൻ, ഒരു ബോധവുമില്ല, ബുദ്ധിയില്ല, കാണിക്കുന്ന മുഴുവൻ അബദ്ധം. ലാൽ സിംഗ് ചദ്ദ രസകരമായ സിനിമയാണ്, കണ്ട് നമ്മളൊക്കെ ചിരിച്ചു. ഈ സിനിമ ഷൂട്ട് ചെയ്ത് എവിടെയാണെന്നറിയാമോ? തുർക്കിയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് ഖലീഫേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. തുർക്കിയിലെ ഖലീഫയെ രാജ്യഭ്രഷ്ടനാക്കിയതിൻ്റെ പേരിലാണ് 1921 പാവപ്പെട്ട ഹിന്ദുക്കളെ മലബാറിൽ വെട്ടിക്കൊന്നത്. തുർക്കിയിലാണ് ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഹാഗിയ സോഫിയയ്ക്ക് ശേഷം ചോര എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയാക്കി മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയാണ് ആമിർ ഖാൻ്റെ ഈ സിനിമ നിർമ്മിച്ചത്. ഈ സിനിമ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പൊരു കഥയുണ്ട്. നമ്മുടെ ഗാൽവനിൽ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും കൂടി തമ്മിൽ ഒരു കശവിശ അടിയുണ്ടായി. നമ്മുടെ കമാൻഡിംഗ് ഓഫീസർ അവർ ആക്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചു, 2 കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി അവർ കാഷ്വാലിറ്റി മരണം ചൈനക്കാർക്കുണ്ടായി. വെറും കൈകൊണ്ടും കല്ലും നാടനടിയിൽ. കാരണം ഇന്ത്യക്കാർ ആജാനുഭാവുക്കളായ ശരീര വലുപ്പത്തിൽ ചൈനക്കാരെക്കാളും വലുതാണ് ഇന്ത്യക്കാർ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ചൈനക്കാർക്ക്. ഗാൽവനിലെ ആ പ്രഹരം ചൈനീസ് പട്ടാളക്കാർക്കിടയിൽ വല്ലാത്ത ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കാരണം കൺമുന്നിൽ കയ്യൂക്ക് കൊണ്ട് നേരിട്ടപ്പോൾ, ആയുധമില്ലാതെ കയ്യൂക്ക് കൊണ്ട് നേരിട്ടപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അന്ന് ഗാൽവനിൽ ചൈനക്കാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സമയത്താണ് കോമാളിയായ ഒരു മിലിറ്ററി ഓഫീസറുടെ കഥയുള്ള സിനിമ വരുന്നത്. ചൈന എന്താ ചെയ്തെന്നറിയോ? ഈ സിനിമ വ്യാപകമായി അവരുടെ പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുത്തു. ചൈന കാണിച്ചു കൊടുത്തു, ഇന്ത്യൻ പട്ടാളം ഇത്രയേ ഉള്ളൂ, വെറും കോമാളികളാണ് എന്ന് പറഞ്ഞ്. നിങ്ങൾ പേടിക്കേണ്ടതല്ലേ? നോക്കൂ, ആമിർ ഖാൻ്റെ സിനിമയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റ് ചൈനയിലാണ്. ഇന്ത്യൻ അദ്ദേഹത്തിൻ്റെ
ദംഗൽ എന്ന് പറയുന്ന സിനിമ ചൈനയിൽ വിറ്റത്, ചൈനയിൽ നിന്ന് കിട്ടിയത് 1000 കോടി രൂപയാണ്. ചൈനയിൽ നിന്ന് കിട്ടിയ കളക്ഷൻ 1000 കോടി രൂപയാണ്. ഇനി സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ആമിർ ഖാൻ സിനിമ വന്നിരുന്നു. ഇവിടെ നിന്നും സിനിമ ഓടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത്യാവശ്യം സിനിമയൊക്കെ കാണുന്ന ആളാണ്. സീക്രട്ട് സൂപ്പർ സ്റ്റാർ കണക്കറിയാമോ? ചൈനയിൽ നിന്നുള്ള വരുമാനം 2000 കോടി രൂപയാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണോ? അതെ. ഇനി ആരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്? ആമിർ ഖാനും ആമിർ ഖാൻ്റെ ഭാര്യയും. അതായത് ഇന്ത്യ വിശ്വാസമില്ല, എനിക്ക് ഇന്ത്യയിൽ താമസിക്കാൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ ആളാണ് ആമിർ ഖാൻ്റെ ഭാര്യ. ഇവർ രണ്ടുപേരും കൂടെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2000 കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. ഒരു സിനിമയ്ക്ക് 1000 കോടി കിട്ടി, രണ്ടാമത്തിന് 2000 കോടി കിട്ടി. ചൈനയിൽ നിന്ന് മാത്രം. ഇന്ത്യയിൽ പൊട്ടിയാലെന്ത്? ചൈനയിൽ ഒരു ആമിർ ഖാൻ തന്നെ നിർമ്മിച്ച് ആമിർ ഖാൻ നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് എത്ര കോടി രൂപ ചിലവ് വരും? കാരണം ഏറ്റവും ഹിന്ദി സിനിമയിലെ ഏറ്റവും കൂടിയ ചിലവ് പ്രൊഡ്യൂസർ അല്ല, നായകൻ്റെ ചിലവാണ്. അതെ അല്ലേ? നായകന് പൈസ വേണ്ട, നായകൻ തന്നെ നിർമ്മിക്കുന്ന സിനിമയാണ്. അവ കൂടി പോയ ഒരു 50 കോടി രൂപ ചിലവ് കൂട്ടാം. നായകൻ്റെ പൈസ ഒഴിവാക്കിയാൽ ഒരു 50 കോടി രൂപയ്ക്ക് സിനിമ നിർമ്മിച്ചു. അല്ലെങ്കിൽ 100 കോടി കിട്ടും. അത് ഇന്ത്യയിലെ OTT-ൽ കാണുന്നു. കൂടാതെ ചൈനയിൽ നിന്ന് മാത്രം 2000 കോടി കിട്ടുന്നു. അപ്പോൾ ലാൽ സിംഗ് ചദ്ദ എന്നുള്ള സിനിമ ഇറക്കിയത് വെറുതെയാണോ? അല്ല. ഇനി മറ്റൊന്നുകൂടെ പറയാം. ഇതൊക്കെ വെറുതെ നിങ്ങൾ പറയുന്നതല്ലേ, അവർക്കൊന്നും അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ നെതന്യാഹു ഇന്ത്യയിൽ വന്നല്ലോ. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശനം നടത്തി. അന്ന് അദ്ദേഹം മുംബൈയിൽ ഹോളിവുഡ് നടന്മാരുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. എല്ലാവരെയും ക്ഷണിച്ചു. 3 പേര് പങ്കെടുത്തില്ല. ആമിർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ. 3 ഖാൻ ത്രയം പങ്കെടുത്തില്ല. എന്തായിരിക്കും കാരണം? ഞാൻ ഉത്തരം പറയുന്നില്ല, പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സിനിമയിലൂടെ മറ്റു താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പണം വരുന്നുണ്ട്. ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് തരില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ഇന്ത്യ ഗവൺമെൻറ് ക്ഷണിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും മുൻനിര നായകന്മാരോടെയും ഇന്ത്യ സർക്കാർ ക്ഷണിക്കുമ്പോൾ അയാളെ കാണാൻ ഞങ്ങൾ വരില്ല എന്ന് ഖാൻ ത്രയം പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം? രാജ്യ താല്പര്യമാണോ, രാജ്യവിരുദ്ധ താല്പര്യമാണോ, അതോ മത താല്പര്യമാണോ? തീർച്ചയായും മത താല്പര്യമാണ്, അല്ലേ? മതത്തിൻ്റെ താല്പര്യമാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിനേക്കാളും വലുത്. മതത്തിൻ്റെ താല്പര്യം എന്തുകൊണ്ടാണ്? ഇസ്രയേലും പലസ്തീനുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ, അല്ലേ? അപ്പോൾ ഇതാണ് സിനിമയിൽ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിയ ചെറിയ പതിപ്പുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇനി വേറെന്ന് പറയാം. ഇനി കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ തിഹാർ ജയിലിൽ 40 വർഷത്തോളം ജോലി ചെയ്ത ഒരു സൂപ്രണ്ടുണ്ട്. അയാളുടെ പേര് സുനിൽ ഗുപ്ത എന്നാണ്. സുനിൽ ഗുപ്ത അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് വാറണ്ട് എന്ന് പറഞ്ഞാൽ മരണശിക്ഷ വിധിക്കുന്ന വാറണ്ടാണ്, മരണശിക്ഷ നടപ്പാക്കാൻ. ആർക്ക്? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ അഫ്സൽ ഗുരു ഉണ്ടല്ലോ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം സുപ്രീം കോടതിയല്ല, പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ പാർലമെൻറ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ആക്രമണം നടത്തിയ തീവ്രവാദികളെ ദില്ലിയിൽ താമസിപ്പിച്ചത് അഫ്സൽ ഗുരുവാണ്. ഇവർ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഇവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരുന്നു. അതേ തുടർന്നാണ് അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തത്, വിചാരണ ചെയ്തു, വധശിക്ഷ വിധിച്ചു. അപ്പോൾ കിട്ടിയിരിക്കുന്നത് സയൻറ്റിഫിക് എവിഡൻസ്, ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും വെച്ചിട്ടാണ് അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി. നോക്കണം, വെറുതെ പിടിച്ച് ചൈനക്കൊല്ലുന്ന പോലെ ടക്കെന്നും തോക്കിന് മുമ്പിൽ വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്ത്. നമ്മൾ വിചാരണ കോടതി, സെഷൻസ് കോടതി വിചാരണ ചെയ്തു, അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു, സുപ്രീം കോടതിയിൽ അപ്പീൽ വന്നു, അപ്പീൽ തള്ളി അവസാനം തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. തൂക്കിക്കൊന്നപ്പോൾ സർക്കാർ ഒരു കാര്യം ചെയ്തു, തൂക്കിക്കൊല്ലുന്ന ഡേറ്റ് നേരത്തെ പറഞ്ഞില്ല, ഇന്ന ദിവസം കൊല്ലുമെന്ന് പറഞ്ഞില്ല. ഇല്ല. ഇവിടെ അദ്ദേഹത്തിന് കുറേ അനുയായികളുള്ളതുണ്ട്. അഫ്സൽ ഗുരു പാവാട, കുറേ പാവാട മുദ്രാവാക്യക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നതിന് രഹസ്യമായി ഹാങ് ചെയ്തു. മൃതദേഹം വിട്ടുകൊടുത്തില്ല. ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ച ആൾ ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ അരുന്ധതി റോയിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിഷേധിച്ചു. അതിൻ്റെ പേര് CPM എന്നായിരുന്നു. പ്രകാശ് കാരാട്ടായിരുന്നു. CPM-ഉം പ്രതിഷ്ഠിച്ചു അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിനെതിരെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഉസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ പോയിട്ട് അമേരിക്ക പിടിച്ചുകൊണ്ട് പോയി കൊന്നിട്ട് എന്ത് ചെയ്തു?
കടലിൽ കൊണ്ട് താത്തി കത്തിച്ച് ചാരമാക്കി ഒഴിക്കുന്ന ഒരു കഥയുണ്ട്. കാരണം അയാൾക്കൊരു സ്മാരകം ഉണ്ടാകാൻ പാടില്ല, നാളെ അവിടേക്ക് തീർത്ഥാടകർ പോകാൻ പാടില്ല. അത് തന്നെയാണ് അഫ്സൽ ഗുരുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരത്തെ, ഇന്ത്യയുടെ സോവറിനിറ്റിയെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ച, പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കിട്ടിയ ഭീകരരെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച ആളെ, അതിന് ഒത്താശ ചെയ്ത ആളെ ഭരണകൂടം എങ്ങനെ വിചാരണ ചെയ്ത് സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇത്രയും കടന്നതിന് ശേഷം ആ വിധി ശരിവെച്ച് തൂക്കിലേറ്റി. എല്ലാ നിയമപ്രക്രിയയും പാലിച്ച് അങ്ങനെയാണ്. അത് തെറ്റായിപ്പോയി. ഈ ഞാൻ പറഞ്ഞ സുനിൽ ഗുപ്ത എന്നുള്ള ജയിലർ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് വാറണ്ട് എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റെന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ഈ ജയിലർക്ക് എങ്ങനെ അറിയാം സാർ? അയാൾ ആകെ വായിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ജയിൽ സൂപ്രണ്ടായ ഇയാളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ വിധി, ഇയാളെ മരണശിക്ഷ വിധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വായിച്ചിരിക്കാം. വിധിയിൽ പറയുന്നത് ഇയാൾ കുറ്റം ചെയ്തതിന് എന്തെല്ലാം തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇയാളോട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത, രാജ്യത്തെ പാർലമെന്റിനെ തകർക്കാൻ ഒത്താശ ചെയ്ത ഇയാളോട് ദേഷ്യമല്ലേ ഉണ്ടാവേണ്ടത്? ഇയാൾ കണ്ണീരൊഴുക്കി. സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇയാൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇയാളുടെ ആത്മകഥയാണെന്ന് പറയുന്നത്, പക്ഷേ എഴുതിയിരിക്കുന്നത് സുനേത്ര ചൗധരിയാണ്. നേരത്തെ NDTVയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടറാണ്. ആത്മകഥ വേറൊരാളെ എഴുതുകയാണ്. അത് പോട്ടെ. അപ്പോൾ ഈ നമ്മുടെ സിദ്ദിഖപ്പൻ അറിയാലോ, കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര ജേർണലിസ്റ്റായ സിദ്ദിഖപ്പൻ പി കോയ എന്ന് പറയുന്ന ആളും ചേർന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണ്. ഒരു രണ്ടുകൂടി സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആരുടെ കഥ? അഫ്സൽ ഗുരുവിൻ്റെ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച, ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച് ആളുകളെ കൊലപ്പെടുത്തിയ MPമാരെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കൊല്ലാൻ ഉള്ള നീക്കം നടത്തിയ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൻ്റെ കഥ എന്നുവെച്ചാൽ ഒരു വെള്ളപൂശൽ ചിത്രമായിരിക്കും. വെള്ളപൂശൽ ചിത്രങ്ങളായത്. അപ്പോഴാണ് UP വെച്ച് കേസ് വന്നു. കാപ്പനെ അറസ്റ്റ് ചെയ്തു, മുസ്തഫയെ അറസ്റ്റ് ചെയ്തു, കോയയെ അറസ്റ്റ് ചെയ്തു. കോയ ജയിലിലാണ്. അതോടെ സിനിമ നിർമ്മിക്കാൻ ആളില്ല. ആ സിനിമാ സംരംഭം ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോൾ ആ സിനിമ, അതിൻ്റെ റൈറ്റ്, ഈ സിനിമ നിർമ്മിക്കാനുള്ള റൈറ്റ് ആന്തോളൻ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഉണ്ട്. വിക്രമാദിത്യ മേദ്വാനി എന്നാണ് അയാളുടെ പേര്. അയാളുടെ സ്ഥാപനമാണ്. അത് വാങ്ങിയിരുന്നു. ആ റൈറ്റ് ഇപ്പോൾ കോൺഫ്ലുവൻസ് മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിലാണ്. കോൺഫ്ലുവൻസ് മീഡിയയുടെ ആൾ നമ്മുടെ മലയാളിയായ ലോകപ്രശസ്തനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ജോസി ജോസഫാണ്. കോൺഫ്ലുവൻസ് മീഡിയ ഇത് നെറ്റ്ഫ്ലിക്സിനോ മറ്റോ വേണ്ടി അഫ്സൽ ഗുരുവിൻ്റെ ജീവിതകഥ പരമ്പരയാക്കാൻ പോവുകയാണോ എന്നുവെച്ചാൽ സിനിമ മാറ്റിയിട്ട് സിനിമ നടക്കുന്നില്ല, വെബ് സീരീസ് ആക്കാൻ പോകുന്നു. വെബ് സീരീസിന് വേറെ കാര്യമുണ്ട്. വെബ് സീരീസിന് സെൻസർ ബോർഡില്ല. സെൻസറിങ് വേണ്ട, ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി. ആരെയും കാണിക്കേണ്ട അനുമതി വേണ്ട. വെബ് സീരീസിലാണ്. വെബ് സീരീസിൽ വരുന്ന സിനിമകൾക്ക് വേണം. പക്ഷെ വെബ് സീരീസിന് വേണ്ടി ചെയ്യുന്ന സാധനത്തിന് സെൻസറിങ് വേണ്ട, കാണിക്കാം. അപ്പോഴാണ് കേന്ദ്രം കഴിഞ്ഞ രണ്ടാം മോദി സർക്കാർ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പല സീരീസുകളും ഏറ്റവും മോശപ്പെട്ട ഭാഷ, ഏറ്റവും മോശപ്പെട്ട വയലൻസ്, ഏറ്റവും മോശപ്പെട്ട രതി വൈകൃതങ്ങൾ പോലും കാണിക്കുന്ന സിനിമകൾ OTTയിൽ ഇഷ്ടം പോലെ ലഭ്യമാണ്. അങ്ങനെ കിട്ടുന്ന OTT പ്ലാറ്റ്ഫോമുകൾ പോലും ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കയറി കണ്ട ആളുകൾ പോയി അത് കാണും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇതിന് OTT പ്ലാറ്റ്ഫോമുകൾക്കും ഒരു സെൻസറിങ് വേണം എന്ന് കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് അതുകൊണ്ടാണല്ലോ സിനിമയ്ക്ക് AU എന്നൊക്കെ സർട്ടിഫിക്കേഷൻ ഉള്ളത്. അതുപോലെ OTTകൾക്കും സർട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പോവാണ്. അതിനെ എതിർക്കുന്ന ആരെന്നറിയോ? ഇതേ ആളുകൾ ഉൾപ്പെടുന്ന ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ഇതിനെ എതിർക്കുകയാണ്. അതായത് സെൻസർ ബോർഡ് വേണമെന്ന് പറയുന്നതിന് എതിർക്കുകയാണ്. അല്ല, അങ്ങനെ സെൻസർ ബോർഡ് വന്നാൽ ബ്ലാക്ക് വാറണ്ടൊക്കെ സിനിമയാക്കാൻ പറ്റുമോ? തുക്കടെ ഞങ്ങൾ കനകക്കുന്നിലെ ടുക്കടെ ഗാങ് ആണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ട ചില മാധ്യമപ്രവർത്തകരുണ്ട്. പരസ്യമായി പോസ്റ്റ് ഇട്ടവരുണ്ട്, കനകക്കുന്നിലെ ടുക്കടെ ഗാങ് ആണെന്ന്. കേരളത്തിലെ 3 മാധ്യമപ്രവർത്തകർ ഇട്ട പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇന്ത്യയെ ടുക്കടെ കഷ്ണങ്ങളായി മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗാങ്ങിൻ്റെ കനകക്കുന്നിലെ ആളുകളാണ് ഞങ്ങൾ എന്ന് പരസ്യമായി പോസ്റ്റ് ഇട്ട മാധ്യമപ്രവർത്തകരുണ്ട് കേരളത്തിൽ. ഞാൻ അവിടെ പേരുകൾ പറയുന്നില്ല, അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ കളിയല്ല. സിനിമ എല്ലാവിധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും എല്ലാവിധ കള്ളപ്പണ ഇടപാടുകളുടെയും എല്ലാവിധ മയക്കുമരുന്ന് ഇടപാടുകളുടെയും കേദാരഭൂമിയായി സിനിമയെ മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നടൻ ദിലീപ് പോലും അതിൻ്റെ ഇരയാണെന്നാണ് പറയുന്നത്. ദിലീപ് മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കി നിന്നിരുന്ന സിനിമ ദിലീപിൻ്റെ കയ്യിലായിരുന്നു. നിർമ്മാണമാവട്ടെ, അഭിനയമാവട്ടെ, വിതരണമാവട്ടെ, തിയേറ്റർ ആവട്ടെ, ഇതൊക്കെ ദിലീപിൻ്റെ കയ്യിലിരുന്നപ്പോൾ ഈ സിനിമയിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ദിലീപിനെ ഫിനിഷ് ചെയ്തു എന്നൊരു തിയറിയുണ്ട്.
ദിലീപിന് തിരിച്ചു വരാതിരിക്കാൻ നിരന്തരം കേസ് ആയിട്ട് ദിലീപിനെ പൂട്ടുകയാണ്. എന്നിട്ട് ആ ദിലീപിൻ്റെ അഭാവത്തിലാണ് ചില ആളുകൾ ഇങ്ങനെ പൊന്തി വന്നതെന്ന് നമുക്കറിയാം. അതാണ് ഈ മട്ടാഞ്ചേരി എന്നൊക്കെ നമ്മൾ ആയിരിക്കാം മട്ടാഞ്ചേരി മാഫിയ. എന്തൊക്കെയാണ് മലയാള സിനിമയിൽ അനാശാസ്യമായ കാര്യങ്ങൾ ഒരു വിഭാഗം ആളുകൾ നടത്തുന്നുണ്ട്, തർക്കമില്ല. അത് പറഞ്ഞിട്ടുള്ളത് സിനിമാക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അന്തസ്സായിട്ട് സിനിമ നിർമ്മിക്കുന്ന ആൻഡോ ജോസഫിനെ നമുക്കറിയാം, അല്ലെ മമ്മൂട്ടി കമ്പനി അറിയാം, മറ്റേ മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമാസ് അറിയാം. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും പരാതിയില്ലല്ലോ. അല്ലെ ഗോകുലം ഗോപാലനുണ്ട്. ഇങ്ങനെയൊക്കെ സിനിമ മാന്യമായി സിനിമ നിർമ്മിക്കുന്ന ഒരുപാട് സുരേഷ് കുമാറുണ്ട്, ഇവരൊക്കെയുണ്ട്. അവരെക്കുറിച്ച് ആരും പറയുന്നില്ല. പക്ഷെ ഇന്നലത്തെ മഴയ്ക്ക് കിളിർത്ത് വന്ന ചില ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളാണ് ഈ പ്രശ്നം. ഇപ്പോൾ നമുക്ക് നോക്കും, മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബിഗ് പ്രൊജക്റ്റുകൾ നിർമ്മിക്കുന്നത് വേണു കുന്നപ്പള്ളി എന്നുള്ള 2018-ൻ്റെയും മാളികപ്പുറത്തിൻ്റെയും മാമാങ്കത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ മാന്യമായി എല്ലാ പെർഫെക്ഷനോടുകൂടി എല്ലാത്തരം സാമ്പത്തിക അച്ചടക്കങ്ങളും സാമൂഹികവും സദാചാരപരമായ അച്ചടക്കങ്ങളും പാലിച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമകളാണ്. അവിടെയൊന്നും അത്തരം മാന്യമായി സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരും പകരം എവിടെന്നോ കേട്ടു ഒരറിവും ഇല്ലാത്ത ചില ആളുകൾ തകര പോലെ മുളച്ച് വന്ന് മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്പടത്തിൻ്റെയും ഹവാലപ്പടത്തിൻ്റെയും ഒരു മാഫിയയുടെ കയ്യിലേക്ക് മലയാള സിനിമയെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള പരിശോധന മാത്രമല്ല ഇനി നടത്തണ്ടേ. പക്ഷെ ഒരു അനീതിയുണ്ട്. ആ അനീതി ഇവിടെ പറയാതെ പറ്റില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയക്കാർക്ക് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണല്ലോ രാഷ്ട്രീയക്കാർക്ക്. ആർക്കും അവരുടെ നെഞ്ചത്ത് കയറാം. അവർ കേൾക്കാൻ അർഹതപ്പെട്ട നടത്തട്ടെ. ഒരു രാഷ്ട്രീയക്കാരൻ ഈ കേസിൽ പ്രതിയാണെങ്കിൽ അവന് വരുന്നത്, അവൻ കയറുന്നത്, അവൻ ഇറങ്ങിപ്പോകുന്നത് ഒക്കെ നമ്മുടെ ചാനലുകൾ ഒപ്പിയെടുത്തിടും. ഭാഷ എങ്ങനെയാണ് ഒപ്പിയെടുക്കും. അതെ. എന്നാൽ ഈ സൗബിൻ വന്നത് ഏതെങ്കിലും ചാനലിൽ കണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ ഫോട്ടോ കേട്ടോ? ഇല്ല. എന്തേ? സിനിമാക്കാരന് തക്കൊമ്പുണ്ടോ? സിനിമാക്കാരനെ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സിനിമാക്കാരനെ രാഷ്ട്രീയക്കാരനെ കാണിക്കണ്ട. കാണിക്കുകയാണ് എല്ലാവരെയും കാണിക്കണം. എല്ലാവർക്കും ഒരേ നീതി. സിനിമാക്കാരാണെങ്കിൽ കാണിക്കണ്ട. സിനിമാക്കാർ സൗബിൻ ED ഓഫീസിൽ പോയത് ചോദ്യം ചെയ്യാനല്ല കേട്ടോ, വിവരം ശേഖരിക്കാൻ. സൗബിൻ ശേഖരിക്കാനാണോ? വിവരം ശേഖരിക്കാൻ സൗബിനെ ED വിളിച്ചു. അത് അന്ന് ഞങ്ങളുടെ കുറച്ച് പേര് എടുത്തൊന്നായിരിക്കാം. ചോദ്യം ചെയ്യലെന്ന് പറയത്തില്ല, പറയാൻ പാടില്ല. ഇതൊക്കെ വലിയ തമ്പുരാക്കന്മാരാണേ. കാരണം ഞാൻ പറയുന്നത്, ഒരു സിനിമാക്കാർക്ക് ഒഴിവാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം. എന്തിനാണ് നിങ്ങൾ സിനിമാക്കാരെ വലിയൊരു ക്ലാസ് ആക്കുന്നത്? വിനായകൻ എന്നൊരു നടൻ എന്താ അവിടെ പറഞ്ഞത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഇതൊക്കെ പറയുന്ന പോലെ ഈ മാധ്യമങ്ങൾക്ക് ഈ സിനിമാക്കാരെ പേടിയാണ് സിനുജി. എന്തെന്നറിയോ, ഈ മാധ്യമങ്ങൾക്കെല്ലാം റേറ്റിംഗ് വലിയ പ്രശ്നമാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓണം, വിഷു, സംക്രാന്തി, ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഇവരുടെ ഈ മുഖം കാണിച്ച് കുറേ ഷോ ഒക്കെ ചെയ്താലേ റേറ്റിംഗ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ പ്രസൻസ് വേണം. അതുകൊണ്ട് ഇങ്ങനെ കീഴടങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ പ്രതിയായി ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അതത്ര വലിയ കാര്യമൊന്നുമില്ല. ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വിഷ്വൽസ്. അതുകൊണ്ട് സിനിമാക്കാരെ ഒഴിവാക്കുകയാണ്, രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണം. രാഷ്ട്രീയക്കാർക്ക് ഒരു അധമ സംസ്കാരവും ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയുമല്ല. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു ഭീഷണിയായി ഇപ്പോൾ ED മാറുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100 കോടി മുതൽ മേൽ കളക്ഷൻ കിട്ടിയ എല്ലാ സിനിമകളുടെയും ജാതകവും ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ ED പരിശോധിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. പല ചുരുളഴിയോ അഴിയാതിരിക്കുകട്ടെ, സിനിമയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഒരുപക്ഷെ EDയോടെ അത് നടക്കുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ, നമുക്കെന്നെ വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.